ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ടുമാസ്. മൈ ഡിയർ സുത്തുകുട്ടികളെ, ഇന്നൊരു വ്യത്യസ്തമായ ഹൊറർ ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കാടിനകത്ത് പെട്ടുപോകുന്ന കുടുംബം വളരെ വിചിത്രമായ ഒരു മൃഗത്താൽ വേട്ടയാടപ്പെടുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്നുള്ളത് അവസാനം മനസ്സിലാക്കുള്ളൂ. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു അമേരിക്കൻ ചിത്രമാണിത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബംബി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ഈ കഥയിലൂടെ കാണാം. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പഴയ ജുമാൻജി പുസ്തകം, അതിലൊരു മാൻകുട്ടിയുടെ കഥയുണ്ടായിരുന്നു. ആ മാൻകുട്ടിയും അമ്മയും ചേർന്ന് വളരെ സന്തോഷപൂർവ്വം ഒരു കാട്ടിൽ ജീവിച്ചു വരികയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു കാട്ടുകൊള്ളക്കാരൻ തോക്കുമായി വന്ന് അമ്മയെ വെടിവെച്ച് വീഴ്ത്തി. എന്നിട്ട് കുഞ്ഞുമാനിനെയും പിടിക്കാൻ നോക്കിയപ്പോ മാൻ കാടിനകത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ആ മാൻകുട്ടി തനിച്ചായി ഒരുപാട് വിഷമിച്ചും കഷ്ടപ്പെട്ടും അത് വളർന്ന് വലിയൊരു കലമാനായിട്ട് മാറുന്നു. നെഞ്ചും വിരിച്ച ആ പുരുഷമാനിങ്ങനെ നടന്നു വരുമ്പോ ഒരു ദിവസം ഒരു സുന്ദരി പെൺമാനിനെ കാണും. രണ്ടുപേരും തമ്മിൽ ഉസ്തിന്മേ മൊഹബത്ത് ശുരു ഹോകയ. അങ്ങനെ അവർ ലവി അവർക്കൊരു കുട്ടിമാനും കൂടെ ജനിച്ചു കിട്ടുന്നു. സന്തുഷ്ടമായ കുടുംബം സന്തോഷത്തോടെ ഇങ്ങനെ വീണ്ടും ജീവിച്ചു പോവാ. എന്നാൽ മറ്റൊരു പെട്ടെന്നൊരു ദിവസം കുറേയധികം മനുഷ്യന്മാര് വന്ന് ഈ കാടെല്ലാം വെട്ടി നിലം പരിശാക്കാൻ തുടങ്ങി. കാട്ടിലെ മരങ്ങളെല്ലാം കക്കാൻ തുടങ്ങി. തന്റെ കുടുംബത്തെയും ഇവരാക്രമിക്കും എന്ന് വിചാരിച്ചിട്ട് അമ്മമാൻ അവരെ വണ്ടിക്ക് മുന്നിൽ എടുത്തു ചാടുന്നു. അതോടുകൂടെ വണ്ടിയുടെ ഇടികൊണ്ട് അമ്മമാൻ മരണപ്പെടുക. പുറകെ ചെന്ന അച്ഛന്മാരനെ ഇവര് തൂമ്പ കൊണ്ടടിച്ച് കൊന്നുകളയും. വീണ്ടും മറ്റൊരു കുഞ്ഞുമാനും കൂടെ ഒറ്റപ്പെടുകയാണ്. എന്നാൽ ഈ കുഞ്ഞുമാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അത് വളർന്നു അതിശക്തയായ ഒരു മാനായിട്ട് മാറി. പ്രതികാരദാഹിയായി അവൾ കാത്തിരിക്കുകയാണ് ആ മലഞ്ചെരുവിൽ. ഇതൊക്കെയാണ് ബംബിയുടെ കഥ. എന്തായാലും ഇപ്പൊ പ്രസന്റിൽ 2-3 വേട്ടക്കാര് കാട്ടിലേക്ക് പോകുന്നുണ്ട്. അതിലെ ഒരുവൻ വെടിവെച്ച് പരിശീലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ ലീഡർ ചോദിക്കും, നീ എന്നെങ്കിലും ഒരു മാനിനെ വേട്ടയാടിയിട്ടുണ്ടോ? അവൻ വേട്ടയാടിയിട്ടൊന്നുമില്ല, അവൻ അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. എന്തായാലും അവിടുന്ന് കട്ട് ചെയ്ത് ഒരമ്മയെയും മകനെയും കാണിക്കുന്നുണ്ട്. ഈ അമ്മ അവരെ ഭർത്താവുമായി പിരിഞ്ഞു കഴിയുക. ഇപ്പൊ സ്കൂൾ ലീവ് സമയമായതുകൊണ്ട് മകന് അച്ഛനെ കാണണമെന്ന് ഒരേ പൂതി. അതനുസരിച്ച് ഈ അമ്മയും മകനും അച്ഛനെ കാണാൻ വേണ്ടി പോവാ. പക്ഷെ ഈ അച്ഛൻ ഇപ്പൊ വരേണ്ട ഇത്തിരി തിരക്കിലാണ്, പിന്നെ വന്നാ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അമ്മ ഉറപ്പായിട്ടും മോനെ കൊണ്ട് അച്ഛനെ കാണിക്കുന്നുള്ള വാശിയിൽ ഒരു വാടക കാറും വിളിച്ച് ഇവര് പോവാണ് അച്ഛന്റെ കുടുംബ വീട്ടിലേക്ക്. ഒരു ഗുണ്ട് ഡ്രൈവറും ഉണ്ട് കൂടെ. ഈ വണ്ടി പോകുന്ന സമയത്ത് മോൻ ടാബില് സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിയ ഛർദിൽ വരും. മാറ്റി വെച്ചിട്ട് വല്ല പാട്ടും കേട്ടിരി എന്നമ്മ പറയുന്നുണ്ട്. ഈ ചെറുക്കൻ കേൾക്കില്ല. അതുകൊണ്ട് അവന് ഛർദ്ദിക്കാൻ വരുന്നു. ഇവര് വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കി പയ്യന്റെ ഛർദിലൊക്കെ നിന്നിട്ടാണ് വീണ്ടും വണ്ടി എടുത്ത് പോകുന്നു. അച്ഛൻ അവനെ പിക്ക് ചെയ്യാൻ വരും എന്നവൻ വിചാരിച്ചിരുന്നു. പക്ഷെ അച്ഛൻ വന്നില്ല. അതിന്റെ വിഷമമുണ്ട് മോന്. എന്തായാലും അത് കഴിഞ്ഞിവര് വീണ്ടും കാർ എടുത്ത് പോവാ. പോകുന്ന വഴിയെ ഈ ഡ്രൈവർ പാട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധ മാറുമ്പോ പെട്ടെന്ന് വലിയൊരു മൃഗം വന്ന് ഇവരെ വണ്ടി കുത്തിമറിച്ചിടും. എന്താ പറ്റിയെന്ന് ഒരു സെക്കൻഡ് ഇവർക്കൊന്നും മനസ്സിലാവില്ല. വണ്ടി മറിഞ്ഞു കിടക്കുക. ചെറിയ പരിക്കുകളൊക്കെയുണ്ട്. ഡ്രൈവർ ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവരില്ലെന്ന് പറയുന്ന സമയത്ത് ഈ മൃഗം ഇവരെ കാറിന് ചുറ്റും നടക്കാൻ തുടങ്ങും. ആ മൃഗം ഇവിടെ തന്നെയുണ്ട്, ആരും അനങ്ങല്ലേ എന്ന ഡ്രൈവർ പറയുമ്പോഴേക്കും ഈ പെരുത്ത ജന്തു അതിന്റെ കൊമ്പ് കൊണ്ട് ഈ ഡ്രൈവർ ഉള്ള ഭാഗത്തേക്ക് ആഞ്ഞു കുത്താൻ തുടങ്ങും. അതിലൊരു കുത്ത് പുള്ളിക്കാരന് കൊള്ളുന്നുണ്ട്. ശരീരം അമർന്ന് പൊട്ടാൻ തുടങ്ങും പുള്ളിയുടെ. ഈ നേരം അമ്മ മോനെയും കൊണ്ട് കാടിനകത്തേക്ക് ഓടിപ്പോവുക. പോകുന്ന വഴി ഇവർ തിരിഞ്ഞു നോക്കുമ്പോ ഒരു സെയ്ത്താൻ ബാധിച്ചതുപോലത്തെ മൃഗം, കലമാൻ, നല്ല സൈസും ഉണ്ട്. അതിന് ചീങ്കണ്ണിയുടെ പോലത്തെ വായാണതിന്. അത് ഇവരെ പിടിക്കാൻ വേണ്ടി ഓടി വരിക. ഈ സമയം ഈ കൊച്ചിന്റെ അച്ഛന്റെ കുടുംബ വീടില്ലേ, അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ആ അച്ഛന്റെ അമ്മ. അവർക്ക് മറവി രോഗ. എന്നാൽ ഈ മറവി രോഗത്തിലും അവർ ബംബി എന്ന് പറയുന്നുണ്ട്. ഈ കാട്ടിൽ ആരും കാണാത്തൊരു മൃഗത്തിന്റെ പേരാണ് ബംബി. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള മൃഗ. ഒളിച്ചാണ് താമസിക്കുന്നത്. ആ മൃഗത്തെ പറ്റി ഈ അമ്മയ്ക്ക് അറിയാൻ തോന്നുന്നു. അതായിരിക്കും അവർ ബംബി എന്ന് പറഞ്ഞ് മിറ്റത്തിറങ്ങി നിൽക്കുന്നത്. ഈ നേരം ആ അച്ഛന്റെ കുടുംബം വീടിനകത്തായിരിക്കും. പുള്ളിക്കാരന് 2 സഹോദരന്മാരാ. അതിലെ ഒരാൾക്ക് ഒരു ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്. മറ്റൊരാൾ ബാച്ചിലറാ. ഈ കുടുംബം ആ അമ്മേനെയും മോനെയും വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരിക്കും. ഇവരും എപ്പോഴെങ്കിലും ലീവുള്ള സമയത്താണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോ അമ്മച്ചി ഇങ്ങനെ ഇരുട്ടിൽ മിറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന കണ്ടിട്ട് മരുമോള് വന്ന് അമ്മച്ചിയെ സമാധാനിപ്പിച്ച് വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഓർമ്മയില്ലാത്ത അമ്മൂമ്മയായതുകൊണ്ട് പുറത്തേക്ക് എങ്ങും വിടണ്ട, നീ വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവര് മകനെ ഉപദേശിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഒരു ടീനേജ് പയ്യനാണ് ആ മകൻ. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിനും മോനും കൂടെ എങ്ങനെയൊക്കെയോ ആ മൃഗത്തിന്റെ കയ്യിൽ പെടാതെ ഓടിപ്പിടിച്ച് ഈ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ നേരത്ത് നമ്മുടെ വേട്ടക്കാരില്ലേ, അവര് തോക്കുമൊക്കെ ഏന്തി ഈ കാടിനകത്തേക്ക് പോവാ എന്തോ അന്വേഷിച്ചിട്ട്. ഇവിടെ ഹീറോയിനും മകനും അവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഈ കുടുംബത്തോട് പറയും. അവർക്ക് അതിശയ, അങ്ങനൊന്നും അവർ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ചോദിക്കുമ്പം ഹീറോയിൻ, ഞങ്ങളുടെ കൂടെ ഒരു ഡ്രൈവർ വന്നിരുന്നു, അയാൾക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല, ഞങ്ങൾ പേടിച്ച് അയാൾ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത്, നിങ്ങൾ ആരെങ്കിലും പോയി നോക്കാമോ എന്ന് ചോദിക്കുക ഹീറോയിൻ.
അപ്പൊ ഇളയ അനുജനില്ലേ, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോവും. ഈ നേരം നമ്മുടെ വേട്ടക്കാര് ആ മറിഞ്ഞു കിടക്കുന്ന കാർ കണ്ടുപിടിച്ചു. അതിനകത്ത് ഡ്രൈവർ മരിച്ചു പോയിരിക്കുന്നു. പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദം ഇവർ കേൾക്കുന്നത്. തോക്കുമായി ഇവർ കാടിനകത്തേക്ക് പോകും. ആ നേരത്ത് നമ്മുടെ അമ്മൂമ്മ ചിത്രം വരയ്ക്കുന്ന പുസ്തകത്തിൽ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട്. കാണുമ്പോൾ അത് ആ മൃഗത്തിന്റെ പടം പോലെയുണ്ട്. എന്തായാലും ഇവിടെ നമ്മുടെ വേട്ടക്കാർ എന്തോ ശബ്ദം കേട്ട് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് വെടിവെക്കുമ്പം ആ വെടി കൊണ്ട് വീഴുന്നത് ഏറ്റവും ചെറിയ അനുജൻ, ആ ഡ്രൈവറെ തപ്പിയിറങ്ങിയ അനുജനായിരിക്കും. അവൻ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. ഇവർക്കിനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. മണ്ടന്മാർക്കൊരു മിസ്റ്റേക്ക് പറ്റി. എന്തായാലും ബോഡി ഇവിടെ കളയണ്ട, നമുക്ക് എടുത്തുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് അവർ ബോഡി എടുത്തുകൊണ്ട് പോകുന്നു. ഈ നേരം നമ്മുടെ കുടുംബ വീട്ടില് മൂത്ത പയ്യനില്ലേ, ആ ചെറുക്കനെ അമ്മ എന്തോ കാര്യത്തിന് വേണ്ടി വിളിക്കുക. അവൻ എഴുന്നേറ്റ് പോകും. ഇപ്പൊ ഹീറോയിന്റെ മകൻ മാത്രമേ അവിടെയുള്ളൂ. പിന്നെ അമ്മച്ചി ഇരുട്ടിൽ എന്തോ കണ്ട് പേടിച്ച് അങ്ങോട്ട് നോക്കി നിൽക്കുക. ഈ കൊച്ചു പയ്യനും പുറകെ ചെല്ലും. എന്താ അമ്മച്ചിയും ചോദിച്ചിട്ട് പെട്ടെന്നുണ്ട് മോളിന്ന് ഒരു ചത്ത പരുന്ത് താഴത്തേക്ക് വീഴാം. ഈ പരുന്ത് വീണ ഉടനെ ആ മൃഗം, ആ കൊമ്പേന്തി മാൻ ഇരുട്ടിന്ന് ഇവരെ വീടിനടുത്തേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. അതിനെ കണ്ട് മകൻ പേടിച്ച് അമ്മേ ആ ജന്തു തിരികെ വന്നു എന്നും പറഞ്ഞ് ഇവരെല്ലാരും കൂടെ വീടിനകത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുക. ആ സാധനം ജനാലയെല്ലാം പൊളിച്ച് വീടിനകത്ത് കയറി. ഇവരെങ്ങനെയൊക്കെയോ താഴത്തേക്ക് ഓടി. ആ നേരത്ത് ഇതൊന്നും അറിയാതെ നിൽക്കുകയാണ് മറ്റേ രണ്ടാമത്തെ കുടുംബം. അവരച്ഛനും അമ്മയും മകനുണ്ട്. കിച്ചണിലായിരിക്കും അവര്. ഈ സത്വം കിച്ചണിലേക്ക് നടന്നു വരുന്നു. ഇതിനെ കണ്ട് പേടിച്ച് അവർ ഓരോ ഭാഗത്തായിട്ട് മറഞ്ഞിരിക്കും. എന്നാൽ ഇതാ ലേഡി മമ്മിയെ കണ്ടുപിടിച്ച് കടിച്ച് പീസാക്കാൻ നോക്കുക. അവര് ജീവനും കൊണ്ട് ഓടി ഒരു ജനാല വഴി പുറത്തേക്ക് എടുത്ത് ചാടുന്നുണ്ട്. എന്നാലും അവസാന നിമിഷം മൂട്ടിനിട്ട് ഒരു കുത്തു കിട്ടും. ആ കുത്തും കൊണ്ട് അവർ ഓടുകയാണ് ജീവന് വേണ്ടി. ഈ നേരം ഹീറോയിനും മകനും അമ്മച്ചീനെയും കൂട്ടി അവിടെയുള്ള അവരുടെ വാനിനകത്തേക്ക് ഓടിക്കേറി. കൂടെ ആ ഇളയച്ചനുണ്ട്. ഇവര് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് മറ്റേ ലേഡി മമ്മീന് വേണ്ടി കാത്തിരിക്കുക. ഈ ലേഡി മമ്മി ഇവരടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ പുറകെ തന്നെ ആ മൃഗവും ഉണ്ടാവും. ഈ മൃഗം അതിന്റെ കൊമ്പ് കൊണ്ട് ലേഡിയുടെ വയറിനിട്ട് ആഞ്ഞു കുത്തി അവരെ 2 തുണ്ടാക്കി മാറ്റാം. സോ ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ടീം വാനും എടുത്ത് റോഡിലൂടെ ചീറി പാഞ്ഞ് ഓടാൻ ശ്രമിക്കും. പക്ഷെ ഈ മൃഗം വിടുന്നില്ല. അത് ഇവരെ പിന്നാലെ പാഞ്ഞു വരുന്നുണ്ട്. ആ വടക്ക് ചെറുക്കനാണെങ്കിൽ കയ്യിലുള്ള പാട്ടയും കപ്പും ഒക്കെ അതിന്റെ പുറത്തേക്ക് എറിയുന്നുണ്ട്. എന്തിനാന്ന് എന്തായാലും ഇത് പുറകെ ഓടി വന്ന് ഇവരെ വാൻ കുത്തി മറിച്ചിടാൻ നോക്കുക. നല്ല പെരുത്ത സൈസ് അതിന്. വണ്ടിയുടെ ഗിയർ സ്റ്റെക്കായതുകൊണ്ട് ഇവർക്ക് വേഗത്തിൽ പോകാനും കഴിയുന്നില്ല. അവസാനം ആണും പെണ്ണും 2 പേരും കൂടെ ചേർന്ന് ഗിയർ ലിവർ വലിച്ച് ടോപ്പിലേക്കിട്ട് ഇവർ മുറുക്കി വിടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടു. അതിന്റെ വേഗത്തിനെക്കാട്ടിലും കൂടുതൽ വേഗത്തിൽ ഇവർക്ക് അവിടുന്ന് ഓടിപ്പോകാൻ കഴിഞ്ഞു. ഈ നേരം നമ്മുടെ വേട്ടക്കാരില്ലേ, അവർ ഈ മൃഗത്തിനെ ഞാൻ തോന്നണം അന്വേഷിക്കണം. അവരലഞ്ഞു തിരിഞ്ഞ് അവസാനം ഈ വീടിനകത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആ കുടുംബ വീടിന്റെ അവസ്ഥ കണ്ടവർക്ക് മനസ്സിലായി ആ സാധനം ഈ വീട്ടിലേക്ക് വന്ന് ഇവിടെ ഉള്ളവരെ ആക്രമിച്ചു എന്നുള്ളത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മിറ്റത്ത് നമ്മുടെ ലേഡി മമ്മി ജീവന് വേണ്ടി പെടയുന്നുണ്ടാവും. എന്തായാലും അവരിനി ജീവിക്കാൻ പോകുന്നില്ല. വെറുതെ വേദന കൊള്ളണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് കത്തിയെടുത്ത് അവർക്ക് ബാക്കിയുണ്ടായിരുന്ന ജീവനും കൂടെ കളയുന്നു. ആ സമയത്ത് നമ്മുടെ വാൻ ഓടിച്ച് വന്ന കുടുംബം റോഡിൽ വലിയൊരു മരം കിടക്കുന്നതുകൊണ്ട് ഇവർക്കത് താണ്ടി പോകാൻ കഴിയുന്നില്ല. ഈ ഇളയച്ചനാണെങ്കിൽ പുള്ളിയുടെ ചേട്ടന് ചീത്ത പറയാ. പുള്ളിക്കാരനാണ് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. എന്നിട്ട് അയാൾ വന്നതുമില്ല. വന്നവരൊക്കെ ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുള്ളി ചേട്ടച്ചാരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞവര് ഒരു കയറെടുത്ത് ഈ വണ്ടി കെട്ടി വാൻ തിരിച്ചു നിർത്തി വണ്ടി കൊണ്ട് ആ മരം വലിച്ചു മാറ്റാം എന്ന് തീരുമാനിക്കും. ആ സമയത്ത് വണ്ടി ഓടിക്കാൻ ഹീറോയുടെ മോൻ കൊച്ചു പയ്യനാണ് ഏൽപ്പിക്കുക. അവന് ചെറുതായി വണ്ടിയൊക്കെ മൂവ് ചെയ്യാൻ അറിയാം. മറ്റേ അച്ഛനും മോനുമാണ് ഈ മരം കെട്ടിവെച്ച് വലിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിന് കുറച്ച് തടിമിടുക്കുള്ളവർ വേണം. അതുകൊണ്ടാണ് പയ്യനെ വണ്ടി ഇരുത്തിയിട്ട് അവരിറങ്ങിപ്പോകുന്നത്. എന്നാൽ ഇവർ വണ്ടി എടുക്കുന്നതിന് മുന്നേ ആ മൃഗം ഇവരടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അത് കണ്ട ഉടനെ അമ്മ, അതായത് ഹീറോയിൻ, വണ്ടി ആഞ്ഞു ചവിട്ടിക്കോ, ഇവിടെ നിർത്തണ്ട, നിർത്തി അതെന്തായാലും അറ്റാക്ക് ചെയ്യും, നമുക്ക് രക്ഷപ്പെടാം, ആഞ്ഞു ചവിട്ടിക്കോ എന്ന് പറയും. അതനുസരിച്ച് ബാക്കിയുള്ള 2 പേരെയും നോക്കാതെ ഇവര് വണ്ടി ആഞ്ഞു ചവിട്ട് വിടുക. ആ നേരം പുറത്തുണ്ടായിരുന്ന ഇളയച്ചനല്ലേ, അയാളുടെ കാലി ഈ വണ്ടി കെട്ടിയ കയറ് കുടുങ്ങിയിട്ട് വണ്ടി അയാളെയും വലിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. ആ പയ്യൻ മാത്രം ഒറ്റയ്ക്കായി. ഈ വണ്ടി വലിച്ചെടുത്ത് റോഡിലൂടെ വേഗത്തിൽ പോകുമ്പോൾ ഇളയച്ചൻ റോഡിൽ ഒരഞ്ഞു തേഞ്ഞ് ശരീരമൊക്കെ പീസായിട്ട് മരണപ്പെടുക. പുള്ളിക്കാരന്റെ മകൻ ഇവിടെ ഒറ്റപ്പെട്ടു പോയി. അവന്റെ കൂടെ ആരുമില്ല. ഈ മൃഗം അവനെ പിടിക്കാൻ വേണ്ടി തിരിഞ്ഞോടി വരുന്നു. ചെറുക്കൻ കാടിനകത്തേക്ക് ഓടിക്കയറും. എന്നിട്ട് ഒരു മരത്തിന് പിറകിൽ ഒളിച്ചിരിക്കുക. ഈ മൃഗം ഇവനെ തേടി കണ്ടുപിടിക്കാൻ പറ്റാതെ തിരിച്ചു പോകാൻ നേരം ഇവനും കാടിനകത്തേക്ക് മറയാൻ ശ്രമിക്കും. പക്ഷെ അറിയാതെ കമ്പി ചവിട്ടി ശബ്ദമുണ്ടാക്കി വീണ്ടും ആ മൃഗത്തിന്റെ മുന്നിൽ ചെന്ന് പെടുക. ഏതോ പട്ടിക്കാട്ടത്തി മുഖം പൂഴ്ത്തി വീഴുന്നുണ്ട്. ആ നേരം ഈ സത്വം അവനെ കടിച്ചു തുണ്ടാക്കാൻ വേണ്ടി അടുത്തേക്ക് വരും. പെട്ടെന്നുണ്ട് ദൂരെ ഒരു മാൻകുട്ടി കരയുന്ന ശബ്ദം. ഇതാ പയ്യൻ അവിടെ തന്നെ ഇട്ടിട്ട് മാൻകുട്ടി അന്വേഷിച്ച് പോവുക ശബ്ദം കേട്ട ഭാഗത്തേക്ക്. ആ സമയത്ത് നമ്മുടെ വാൻ ഓടിച്ചു വന്ന അമ്മയും മകനും, വാനിനകത്ത് അമ്മൂമ്മയുണ്ട്. ഇവരെ വാനിലെ എണ്ണ തീർന്നു. ഏതോ കാടിന് നടക്ക് ഇപ്പൊ പെട്ടുപോയിരിക്കുക. മമ്മി മകനോട് അമ്മൂമ്മയെ വാച്ച് ചെയ്തോ, ഞാനൊന്ന് ചുറ്റും നോക്കട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങി നോക്കുമ്പോൾ
ഇവർ വലിച്ചോണ്ട് വന്ന ആ ഇളയച്ചൻ അയാളെ മുഖമൊക്കെ ചതഞ്ഞ് മരിച്ചു കിടക്കുന്ന കാണും. ഇത് പയ്യൻ കാണാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരനെ തിരിച്ചെന്ന് വാനകത്ത് കയറാൻ പറയുക. അവൻ കയറാൻ നിൽക്കുമ്പോഴാണ് അമ്മൂമ്മ ഇവരെ കയ്യിൽ നിന്ന് മിസ്സായി പോയത് മനസ്സിലാവുക. അമ്മൂമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാടിന്റെ ഏതോ മൂലയിലേക്ക് നടന്നു പോകുന്നു. ഇവർ അമ്മൂമ്മയെ വിളിക്കാൻ വേണ്ടി പുറകെ ചെല്ലും. ആ നേരത്ത് മറ്റേ ടീനേജ് പയ്യൻ, ഒറ്റയ്ക്കായി പോയില്ലേ ആ പയ്യൻ, അവൻ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ റേഞ്ച് ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ, താൻ എവിടെയാ നിൽക്കണേന്ന് പോലും അറിയാതെ അവരിങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആ സമയത്തൊരു മുയൽ ഇവനടുത്തേക്ക് ഓടി വരും. കാണാൻ പാവം പോലെയുള്ളൊരു മുയൽ. നീ എന്തിനാ ജന്തു ഈ സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്ന് ദൂരെ പോന്നും പറഞ്ഞ് ഇവൻ കാലുകൊണ്ട് ആ മുയലിനെ ചവിട്ടിത്തെറിപ്പിക്കുക. ഈ പോയ മുയൽ അതിൻ്റെ കൂട്ടത്ത് 2-3 മുയലുകളെയും കൂടെ വിളിച്ചുകൊണ്ട് വരും. അതിൻ്റെ രൂപത്തിനും ഭാവത്തിനും ഒക്കെ മാറ്റമുണ്ട്. ചൈത്താൻ്റെ മുയലുകളെ പോലെയാണ് തോന്നണത്. ഇത് 2, 4, 6 ഒരുപാട് മുയലുകളായി. ഇതുങ്ങളെ കണ്ട് പേടിച്ച് പുറകിലേക്ക് നടന്ന ചെറുക്കൻ ഒരു പന്നിക്കെണി ചെന്ന് തല കുടുങ്ങി വീണ് മരിക്കുക. പുറകെ ഈ മുയലുകളും ചാടി വന്നവനെ കടിക്കുന്നുണ്ട്. ഈ പന്നിക്കെണി വെച്ചത് വേറെ ഏതോ ഒരു ടീമാണ്. അവിടെ തന്നെ അവർ CCTV ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട്. അവർക്കതിലൂടെ ഈ ചെറുക്കന്റെ മരണം കാണാം. ഈ നേരത്ത് നമ്മുടെ അമ്മച്ചിയില്ല, അമ്മൂമ്മ, അവര് കാടിനകത്ത് അമ്പലം പോലുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തി. നമ്മുടെ മമ്മി പുറകെ ചെന്ന് നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്തിനാ ഇങ്ങോട്ട് വന്ന് വരൂ തിരിച്ചു പോകാന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുക. ഈ ഭാഗത്ത് കുറെ എല്ലുകളൊക്കെ കിടക്കുന്നുണ്ട്, രക്തക്കറകളുണ്ട്, സൈത്താൻ ആവാഹിക്കുന്ന പോലുള്ള ഒരു സ്ഥലം. ആ അമ്മച്ചിയാണെങ്കിൽ മരണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ചെറുക്കൻ തന്റെ കയ്യിലുള്ള ഫ്ലെയർ കത്തിക്കും. നീ എന്തിനാടാ കത്തിച്ചെന്നും പറഞ്ഞ് അമ്മച്ചി ഓടി വന്നവനോട് ചോദിക്കുക. അവൻ പറയാ, ചുറ്റും എന്തൊക്കെയോ കിടക്കുന്നമ്മ, അത് കാണുമ്പോൾ എനിക്ക് പേടിയാന്ന്. നോക്കുമ്പോൾ മനുഷ്യന്മാരുടെ പല ബോഡികളും അതിന്റെ അവശിഷ്ടങ്ങളും അവിടെ കിടക്കുന്ന കാണാം. രക്തം പോലും വറ്റിയിട്ടില്ലാത്ത പല ബോഡികളും കിടക്കുന്നു. ഇതിവർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ മൃഗത്തിന്റെ ശബ്ദം കേൾക്കാം. ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ ആ മൃഗം ഇവരടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുക. ഇവർ 3 ജീവനും കൊണ്ട് മരങ്ങളുടെ ഇടയിലേക്ക് ഓടും. അപ്പൊ അതിന്റെ വേഗത ഇത്തിരി കുറയുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഓടി ഇവര് റോഡിലേക്ക് എത്തി. പെട്ടെന്നാണ് റോഡിൽ വലിയൊരു പിക്കപ്പ് വാൻ, ട്രക്ക് വന്ന് നിൽക്കുന്നു. അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട ലീഡർ ഉണ്ടാവും, കാട്ടുകള്ളന്മാരുടെ ലീഡർ. അയാള് നിങ്ങൾ ഭയപ്പെടേണ്ട, എന്റെ കൂടെ വരും, ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോവാ. അവിടെ ഫോൺ ഉണ്ടാവോ, ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കണം എന്ന് മമ്മി ചോദിക്കുന്നുണ്ട്. അയാൾ പറയും ഫോൺ ഉണ്ടാവും, നിങ്ങൾക്ക് പോലീസിനെ വിളിക്കുകയും ചെയ്യാം, ഇപ്പം എൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞ് ഏതോ ഒരു വലിയ ഫാം പോലുള്ള സ്ഥലത്തേക്ക് അയാൾ ഇവരെ വിളിച്ചോണ്ട് പോവാണ്. അവിടെ എത്തിയിട്ട് ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് മമ്മി ചോദിക്കുമ്പം ഒന്നുകൂടെ വെയിറ്റ് ചെയ്യൂ, നമുക്ക് വിളിക്കാമെന്നും പറഞ്ഞ് ഇവർ കാത്തിരിക്കുക. ആ നേരം ഏതോ ഒരു മനുഷ്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ലീഡർ തോക്കെടുക്കും. ഇത് ഞാൻ തന്നെയാണ് ജെയിംസ്, പേടിക്കേണ്ട, ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന കൊച്ചിന്റെ അപ്പനില്ലേ, അയാൾ അങ്ങോട്ട് വരിക. മോൻ ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിക്കും. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടാവുമെന്ന് മമ്മിയും അമ്മച്ചിയും ആരും പ്രതീക്ഷിച്ചല്ല. ഇനി അത് കഴിയുമ്പോൾ ഇവരെ കൂട്ടത്തിലെ 2 കള്ളന്മാർ ഒരു സ്റ്റോർ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഒരു മാൻകുട്ടിയെ ഇവർ കേജിനകത്ത് അടച്ചു വെച്ചിരിക്കുന്നു. അതിനെങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാവുക. ഈ സമയത്ത് ഹീറോയിൻ പുള്ളിക്കാരിയുടെ ഭർത്താവിനോട് ചെന്ന് സംസാരിക്കുക. നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, ഇവരൊക്കെ ആരാണ്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന്. ആ നേരം അമ്മച്ചീനെയും കൊച്ചുമകനെയും വേറൊരു മുറിയിൽ മാറ്റിയിരുത്തിയിരിക്കുക. ഭർത്താവ് പറയും, ഇവിടുത്തെ വിഷയങ്ങൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ ഇവർക്ക് വേണ്ടി കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നു. നിന്നിപ്രാവശ്യം വരണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ജോലി കഴിഞ്ഞ് മകനെ വന്ന് കാണുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മമ്മി പറയും, നീ എത്ര കാലമായി ഇങ്ങനെ പറയുന്നു, ഒരു മകനുള്ളത് പോലും നീ മറന്നുപോയി. അവൻ അച്ഛന് ആവശ്യമുണ്ട്, കുറച്ചു കാലമെങ്കിലും അച്ഛൻ്റെ കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവനെ കൊണ്ടുവന്നത്. നിനക്കെന്താ സ്വന്തം മകനോട് സ്നേഹമില്ലേ? ഇങ്ങനെ ഇവര് പറഞ്ഞ് തമ്മി പറഞ്ഞ് വഴക്കടിക്കുന്നത് കേട്ട് സങ്കടം വന്നിട്ട് നമ്മുടെ കുഞ്ഞുമകനില്ലേ, അവൻ ആ ഫാം ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവാ. ഈ നേരം മറ്റേ മാൻകുട്ടിയുടെ ശബ്ദം, ദൂരെ നിന്ന് ആ കിടാവ് കരയുന്ന ശബ്ദം കേട്ട് കൊച്ചുമകൻ അതിന് പുറകെ പോവാണ്. ഇവിടെ മമ്മി എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കണം, നിന്റെ കുടുംബക്കാര് പോലും മരണപ്പെട്ടിരിക്കുക, പോലീസിനെ വിളിക്കണം എന്ന് പറയും. അപ്പൊ ഭർത്താവ് പോലീസിനെ വിളിച്ചാൽ ഞാനും ജയിലിനകത്താകും, കാരണം ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലീഗൽ ബിസിനസ്സാ. ഇവർ ആ കാട്ടിൽ നിന്ന് എന്തൊക്കെയോ കട്ടെടുക്കുന്ന ബിസിനസ്സാണ് കുറെ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ വേസ്റ്റ് കെമിക്കൽസും കൊണ്ടുപോയി തട്ടുന്നുണ്ട്. ഈ കെമിക്കൽസ് ഡംപ് ചെയ്യുന്നതുകൊണ്ട് അത് കഴിച്ച മൃഗങ്ങൾക്കാണ് ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കണേന്നാണ് അവിടെയുള്ളൊരു പരക്ക വിശ്വാസം. എന്തായാലും ഈ നേരം നമ്മുടെ വേട്ടക്കാര് 2 പേര് ഈ മാൻകുട്ടീനെ പൂട്ടി വെച്ചിരിക്കുന്ന കേജുമായി കാടിനകത്തേക്ക് നടന്നു പോകും. അവര് പോകുന്നത് ഈ കൊച്ചു പയ്യൻ കാണുന്നുണ്ട്. അവനും പുറകെ ചെല്ലും. ആ നേരത്തെ ഇവിടെ മമ്മി എനിക്ക് പോലീസിനെ വിളിക്കണമെന്നും പറഞ്ഞിട്ട് ലീഡറുള്ള മുറിയില്ലേ, ആ മുറിക്കകത്തേക്ക് വന്ന് ഇവരെ തരംഗ് ഫോൺ അടിച്ചു മാറ്റും. എന്നിട്ട് അവള് പോലീസിനെ വിളിക്കാൻ പോവാ. അപ്പണ്ട് ലീഡർ അയാൾ കയ്യിലെ തോക്ക് കാണിച്ചിട്ട്, ഒരുപക്ഷെ നീ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചാൽ നിന്റെ കെട്ടിയവൻ നിന്നെ എതിർക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ നിന്നെ കൊന്നുകളയും. മോളെ, ഞങ്ങളിവിടെ കാര്യമായിട്ട് വലിയ ബിസിനസ്സാണ് ചെയ്യുന്നത്, അതിനെ നീ നശിപ്പിക്കരുത്, തിരികെ താന്നും പറഞ്ഞ് അയാൾ ഫോൺ തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പോഴായിരിക്കും കമ്പ്യൂട്ടർ സ്ക്രീനിൽ കുറേയധികം മൃഗങ്ങളുടെ ഫോട്ടോസ് കാണുക. അതിൽ പലതിനെയും ഇവർ പിടിക്കുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഈ മൃഗങ്ങളെല്ലാം ഒരുമാതിരി സാത്താനിക് രൂപമായി മാറിയിട്ടുണ്ട്.
ഇതെന്താണെന്ന് മമ്മി ചോദിക്കുക ലീഡറോട്. ലീഡർ പറയും, ഞങ്ങളുടെ ജോലി കൊണ്ട് ഈ കാടിന് സാരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആക്കേണ്ടത് ഞങ്ങളുടെ തന്നെ കടമയാണ്. ഇപ്പോൾ ഒരു വലിയ മൃഗത്തിന്റെ ശല്യമുണ്ട്. അതിനുവേണ്ടി ഒരു ട്രാപ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുക. അത് ഇവിടെ വെച്ച് തന്നെയാണ് നടത്തുന്നത്. ഇവിടം സേഫാണ്, ആർക്കും ഒരാപത്ത് സംഭവിക്കില്ല. ഇത് കേൾക്കുമ്പോൾ മമ്മി ഷോക്കാവും. നിങ്ങൾ ആ സാധനത്തിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താണോ? എന്താണ് ഈ പറയുന്നത്? നമ്മുടെ മകനുണ്ട് ഇവിടെ. ആ മകനുള്ള സ്ഥലത്തേക്കാണോ നീ ആ മൃഗത്തിനെ വിളിച്ചു വരുത്തുന്നത്? ജേമി, നിനക്കിതെല്ലാം അറിയാമായിരുന്നല്ലേ? ഇവിടെ സേഫ് അല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞ് ഈ പെണ്ണ് ഭർത്താവിനോട് കച്ചറുണ്ടാക്കുക. അതിനിടയിലാണ് മകനെ കാണാതായി എന്നുള്ള കാര്യം ഇവർ അറിയുന്നത്. അമ്മച്ചിയോട് ചോദിക്കുമ്പം അമ്മച്ചി ബേ ഒന്നും അറിയില്ല എന്നാ പറയുന്നത്. ഇപ്പോ ആ വേട്ടക്കാര് ഈ മാൻകുട്ടിയെ കാടിനകത്തേക്ക് എവിടെയോ കൊണ്ടുപോയി വെക്കും. 2 പേരാ ഉള്ളത്. അതിൽ ഒരുത്തൻ ഞാനിപ്പോൾ മൂത്രമൊഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് നടന്നു പോവാ. എന്നിട്ട് പാട്ടും പാടി സമാധാനത്തോടെ മൂത്രമൊഴിക്കുന്ന സമയം കാടിനകത്ത് മരങ്ങൾക്കിടയിലൂടെ എന്തോ ഒന്ന് ഇവൻ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് തോന്നും. ഇവൻ ഉടനെ ലൈറ്റ് എടുത്ത് അടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ലൈറ്റ് എടുക്കുമ്പോഴേക്കും അവന്റെ തല ആ മൃഗം കൊണ്ടുപോയി. ഇവിടെ അമ്മച്ചിയോട് കൊച്ചുപയ്യൻ എവിടെയാണെന്ന് ചോദിക്കുക മമ്മിക്ക് അറിയാൻ പാടില്ല. സോ മമ്മി എന്നെ പുറത്തേക്കിറങ്ങി പയ്യന്റെ പേരും വിളിച്ച് അവൻ അന്വേഷിച്ച് നടക്കുക. അപ്പോഴായിരിക്കും ഇവരാൽ കൊല്ലപ്പെട്ടവരും ആ മൃഗത്താൽ കൊല്ലപ്പെട്ടവരുമായ ബോഡികളൊക്കെ ഈ വേട്ടക്കാർ അവരെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതെല്ലാം മറവ് ചെയ്യാനാണ് അവരുടെ ഉദ്ദേശം. പുറമെയുള്ളവർക്ക് ഇവിടെ നടക്കുന്ന ഒന്നും അറിയാൻ പാടില്ല. അതാണ് അവരുടെ പ്ലാൻ. എന്തായാലും കാടിനകത്ത് പോയ ഒരുത്തന്റെ തല തെറിച്ചുപോയി. ഇനി വേറൊരു മുട്ടയുണ്ട്. അവൻ ആ കൂട്ടുകാരനെ കാണാനില്ലെന്നും പറഞ്ഞ് ടോർച്ച് അടിച്ചുകൊണ്ട് വരിക. കൂട്ടുകാരന്റെ ബോഡി കിടക്കുന്ന കാണും. ഇരുട്ടത്ത് ആ ഭീകര സത്വം മൂക്കിന്ന് പുകയും വിട്ട് ഇവന്റെ അടുത്തേക്ക് വരികയാണ്. മുട്ട പേടിച്ചോടും. ഇവര് 2 പേരും പോയതുകൊണ്ട് ആ മാൻകുട്ടിയും അതിന്റെ കൂടെ അവിടെ തനിച്ചിരിക്കുക. ആ സമയത്ത് കൊച്ചുപയ്യൻ ചെന്ന് ഈ മാൻകുട്ടീനെ എടുത്തോണ്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്, രക്ഷപ്പെടുത്തുകയാണെന്ന് വിചാരിച്ചിട്ട്. ഈ പയ്യൻ ആ മാൻകുട്ടി എടുക്കുന്നത് CCTVയിലൂടെ ഇവരെ ലീഡർ കാണുന്നുണ്ട്. കാരണം ആ മാൻകുട്ടിയെ ഒരു ട്രാപ്പായി വെച്ച് ഇവര് വലിയ സാധനത്തിനെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയതാ. ഇപ്പൊ അതിന് മുടക്കം വരുന്നോണ്ട് ആ ചെറുക്കനെ കൊല്ലൂന്നും പറഞ്ഞ് ഇയാൾ തോക്കും എടുത്തിട്ട് വരികയാണ് പയ്യനെ പിടിക്കാൻ വേണ്ടി. ആ നേരത്ത് മുട്ട ഓടി വന്ന് കാറിനകത്ത് കയറും. കാറിന്റെ ഒരു ഡോർ അടഞ്ഞിട്ടില്ല. ഇവൻ ഏന്തി വലിഞ്ഞ ഡോർ അടയ്ക്കാൻ ശ്രമിക്കുക. ഈ നേരത്തെങ്ങാനും അത് അറ്റാക്ക് ചെയ്യുമോന്നും പറഞ്ഞ് നമ്മൾ പേടിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ അപ്പോഴല്ല, ഇവൻ തിരിയുന്ന സമയത്ത് എതിർവശത്തു നിന്നാണ് ആ സാധനം ഇവൻ അറ്റാക്ക് ചെയ്യുന്നത്. കാല് രണ്ടും കടിച്ചു മുറിച്ചു. ഇവനുള്ള ജീവനം കൊണ്ട് എഴഞ്ഞു രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതവന്റെ തല പിഴുതെടുത്ത് തുപ്പിക്കളയാണ്. ഈ നേരം മാൻകുട്ടിയായിട്ട് പോകുന്ന കൊച്ചു പയ്യൻ അവന്റെ അമ്മയുടെ ശബ്ദം കേൾക്കും. അവൻ അമ്മയ്ക്കരികിലേക്ക് ഓടി വരിക. അപ്പൊ ഇവിടെ ഈ വേട്ടക്കാരുടെ സങ്കേതത്തിൽ ഒരു പെണ്ണും കൂടെ ബാക്കിയുണ്ട്. ആ പെണ്ണിന് കാര്യം മനസ്സിലായി. തന്റെ കൂടെയുള്ളവരൊക്കെ മരിച്ചു, ഇനി ഇവിടെ നിന്നാ പണി കിട്ടും, ഓടി രക്ഷപ്പെടാമെന്നും പറഞ്ഞ് അവള് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാ ഈ മൃഗം ഇവരെ ഫാം ഹൗസിനകത്തേക്ക് നടന്നു വരുന്നു. അത് നേരെ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് അമ്മച്ചിയെ പീഡിപ്പിക്കുന്നുണ്ട്. പക്ഷെ അമ്മച്ചിക്ക് ഒരു അനക്കം ഉണ്ടാവില്ല. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തിന്നാണെങ്കിൽ തിന്നോട്ടെ എന്നും പറഞ്ഞ് അവർ മിണ്ടാതെ അനങ്ങാതെ നിൽക്കുക. അപ്പൊ ഈ സാധനം അവരെ തിന്നാതെ നേരെ ഈ പെണ്ണിനെ പിടിക്കാൻ വരിക. പെണ്ണോടി കിച്ചണിനകത്ത് കയറി ഈ സാധനം വാതിലും പൊളിച്ച് അങ്ങോട്ട് വരാൻ നോക്കുമ്പോൾ അടുത്തുള്ള ഒരു ഗ്യാസും കുറ്റിക്ക് ഇവള് വെടിവെച്ച് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിത്തെറിപ്പിക്കുക. ആ ഫാം ഹൗസ് തന്നെ തീജ്വാല കൊണ്ട് മൂടി. ഇപ്പൊ മോൻ അമ്മയുടെ അടുത്തേക്കും അച്ഛൻ്റെ അടുത്തേക്കും ഓടി എത്തിക്കഴിഞ്ഞു. അവന്റെ കയ്യിൽ ആ മാൻകുട്ടിയുണ്ട്. പക്ഷെ ആ സമയത്ത് ലീഡർ വന്നിട്ട് പുള്ളിക്കാരൻ തോക്ക് കാണിച്ച് ആ മാൻകുട്ടിയെ അയാൾക്ക് കൈമാറാൻ പറയും, അല്ലെങ്കിൽ പയ്യനെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അപ്പൊ പയ്യന്റെ അപ്പൻ മാൻകുട്ടിയെ തിരിച്ചു കൊടുക്കും. ബെഞ്ചി, നമുക്ക് ജീവനാണ് വലുത്, അല്ലെങ്കിൽ അയാൾ മോനെ ഉപദ്രവിക്കും, അപ്പനെയും ഉപദ്രവിക്കും, അതുകൊണ്ട് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. പക്ഷെ മോൻ തയ്യാറാവുന്നില്ല. ഇല്ല, കൊടുക്കില്ല, അയാൾ ഈ കുഞ്ഞിനെ കൊന്നുകളയും, ഞാൻ കൊടുക്കില്ല എന്നും പറഞ്ഞവൻ നിൽക്കുക. ആ നേരത്ത് മരങ്ങൾക്കിടയിലൂടെ ഈ സാത്താന്റെ മൃഗസന്തതി മേലാകെ തീയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരിക. അത് ചത്തുപോയിട്ടില്ലായിരുന്നു എന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ചീറിപ്പാഞ്ഞു വന്ന് ആ വില്ലനെ കടിച്ചെടുത്ത് ചാടി പറന്നു പോവാ ഇരുട്ടിലേക്ക്, കാടിനകത്തേക്ക്. ആ നേരത്ത് പുള്ളിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ താഴെ വീണിരുന്നു. ഹീറോയിൻ ഓടിച്ചെന്ന് ആ മൊബൈൽ ഫോൺ എടുക്കാൻ നോക്കും പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കെട്ടിയോൻ സമ്മതിക്കുന്നില്ല. നീ പോലീസിനെ വിളിച്ചാൽ ഞാനും പെടും, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്, ഞാൻ തരില്ല, എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അവനിങ്ങനെ നിൽക്കുക. ആ നേരം ഈ പോയ മൃഗം തിരിച്ചു വരികയാണ് കൊച്ചുപയ്യന്റെ അടുത്തേക്ക്. അപ്പൊ രക്ഷിക്കേണ്ട തന്ത സ്വന്തം ജീവൻ നോക്കി അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു കളയും. തേണ്ടി ഈ മൃഗം അമ്മേനെയും മോനെയും പീഡിപ്പിച്ചിങ്ങനെ നിൽക്കുക. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാവുക അത് വന്നിരിക്കുന്നത് അതിന്റെ കുഞ്ഞിനെടുക്കാനാണ്. അതിന്റെ കുഞ്ഞാണ് ആ മാൻകുട്ടി. മമ്മി പറയും, മോനെ അനങ്ങരുത്, നമുക്ക് ആ മാൻകുഞ്ഞിനെ തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് മമ്മി പതിയെ ആ മാൻകുഞ്ഞിനെടുത്ത് ഈ അമ്മയുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതിന് നേരെ നടക്കാനൊന്നും പറ്റുന്നില്ല, കൊച്ചുകുട്ടിയാത്. അപ്പൊ ഈ പെരുത്ത ജന്തു അമ്മയൊന്ന് പേടിപ്പിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് കൊന്നുകളഞ്ഞ പാട്ടി. അമ്മ അനങ്ങാതെ നിൽക്കുമ്പം അത് വെറുതെ വിടുക. ഇവരുപദ്രവിക്കുന്നില്ല. കൊച്ചിനെയും നോക്കി അതിനെയും കൊഞ്ചിച്ച് ലാളിച്ച് തലയിലൊക്കെ ഒന്ന് നക്കി കൊടുക്കും. ആ നേരം ഈ വില്ലനില്ലേ, അയാൾ ചത്തിട്ടില്ല. അയാൾ കടിയും കൊണ്ട് തിരിച്ചു വരിക. ദൂരെ നിന്നും തോക്ക് വെച്ച് ഈ അമ്മമാന്റെ കാലിലേക്ക് അയാൾ ഷൂട്ട് ചെയ്യുക, കൈയിലേക്കും കാലിലേക്കും. വെടികൊണ്ട പാവം സത്വം നിലത്തേക്ക് മറിഞ്ഞു വീഴും. അപ്പൊ അതിനെ വെടിവെച്ചൊക്കെ കൊല്ലാം, പക്ഷെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യണം. ഇപ്പൊ അത് താഴെ വീണ് പെടയുമ്പം ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. വില്ലന്റെ മണ്ടയിലേക്ക് ആരെ ഷൂട്ട് ചെയ്യുന്നു, ഷോട്ട് ഗണ്ണും വെച്ച്. നോക്കുമ്പം നമ്മുടെ അമ്മച്ചിയാ.
പുള്ളി പഴയ വേട്ടക്കാരിയാണല്ലോ, ഈ കാട്ടിലെയും നാട്ടിലെയും. അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ മറന്നു പോയതായിരുന്നു. ഇപ്പൊ തന്റെ കുടുംബത്തെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലായ മമ്മിജി ആ വില്ലന്റെ മണ്ട അടിച്ച് പൊളിച്ചായിരുന്നു. അത് കഴിയുമ്പോൾ ഈ കുടുംബം ഓടി വന്ന് അമ്മച്ചിയെ കെട്ടിപ്പിടിക്കുന്നു. ഇപ്പൊ ജീവനോടെ ബാക്കിയുള്ളത് ഇവർ 3 പേരേ ഉള്ളൂ. പിന്നെ തന്തയുണ്ട്. തന്ത കാറുമായി രക്ഷപ്പെട്ട് ഓടാൻ നോക്കുമ്പോൾ കാറിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. ഇയാൾ നിർത്തി പരിശോധിക്കുക. ഒരു മുയൽ കാറിനകത്ത് പെട്ടിട്ടുണ്ട്. അത് കുട്ടി മുയലല്ലേ, കുഴപ്പമില്ല, അതിനെ ഓടിച്ചു വിടാമെന്നും പറഞ്ഞ് ഷൂ എന്ന് പറയുമ്പോൾ ഇത് സെയ്ത്താൻ പല്ലുമായിട്ട് ചാടി പിടിച്ച് ഇവന്റെ കഴുത്തിന് കടിച്ച് അവനെ കൊന്നുകളയാം. മുയലുകളുടെ വരെ രൂപം മാറിയിരിക്കുന്നു. ഈ നേരത്ത് നമ്മുടെ മരിച്ച വലിയ കലമാനല്ലേ, അതിനെ മുട്ടി എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് അതിന്റെ കുഞ്ഞ്. പാവം, അതിന് അമ്മയെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോ മൃഗത്തിനെയും അനാഥമാക്കുകയാണ് മനുഷ്യൻ. ഈ കുടുംബം കെട്ടിപ്പിടിച്ച് അത് കണ്ട് വിഷമിച്ച് നിൽക്കുക. ആ മാനും തള്ളമാനിനെ പോലെ വളർന്ന് ഇനി വലിയൊരു സത്വമായി വന്ന് കാടിനെ നശിപ്പിക്കുന്ന വേട്ടക്കാരെയൊക്കെ കുത്തി ശരിയാക്കും. അങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കണം സംവിധായകൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും അവിടെ വെച്ച് ബംബി ദ റെക്കണിംഗ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ക്രൈം ത്രില്ലറുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, it's bye from ഒരു കഥ സുലട്ടുമാസ്.